ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മാൽദീവ്സ് ട്രിപ്പിൻ്റെ 3ാമത്തെ എപ്പിസോഡാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഇതിക്ക് മുമ്പ് 2 എപ്പിസോഡുകൾ ചെയ്തത് നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ കാണാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് കയറി അതുകൂടി കണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളത് തീർച്ചയാണ്. സബ്മറൈനിൽ കയറിയതും പിന്നെ നമ്മൾ കേരളത്തിൽ നിന്ന് മാൽദീവ്സിലേക്ക് പോയതുമായ 2 വീഡിയോസാണ് ഇതിക്ക് മുമ്പ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൂടി കയറി കണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇന്ന് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് മാൽദീവ്സിലെ ഒരു ലോക്കൽ മാർക്കറ്റ്, അവിടുത്തെ പച്ചക്കറി, അതുപോലെ ഉണക്കമീൻ, അതുപോലെ മറ്റെന്തും ഫ്രൂട്ട്സ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു വെജ് മാർക്കറ്റ്, അതേപോലെ തന്നെ ഒരു ഫിഷ് മാർക്കറ്റ്, എല്ലാത്തരം മീനുകളെയും കിട്ടുന്ന ഒരു ഫിഷ് മാർക്കറ്റ്. ഇത് രണ്ടും കാണാൻ പോയതിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം. മാലയിലെ പീജിയൻ പാർക്കിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് ഈ 2 മാർക്കറ്റുകളും, ലോക്കൽ മാർക്കറ്റും അതേപോലെ ഫിഷ് മാർക്കറ്റും അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം കയറുന്നത് ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റിലേക്കാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നല്ല ഒരു എൻട്രൻസ് ഉണ്ട്, പക്ഷേ അവിടെ എപ്പോഴും ഭയങ്കര തിരക്കായിരിക്കും. അതുകൊണ്ട് നമ്മൾ സൈഡിലൂടെയാണ് കയറുന്നത്. സൈഡിലൂടെ കയറുമ്പോൾ തന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ഒത്തിരി ബോട്ടുകൾ നിർത്തിയിട്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ പച്ചക്കറിയൊക്കെ കൊണ്ടുവരുന്ന നാഷണൽ പെർമിറ്റ് ഹെവി വണ്ടികൾ കിടക്കുന്നത് പോലെ ഇവിടെ ബോട്ടുകളിലാണ് ഇവർ ചരക്കുകൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചരക്ക് വണ്ടികളായിട്ട് ഇവിടെ കിടക്കുന്ന ബോട്ടുകൾ നമുക്ക് കാണാൻ പറ്റും. അതിലേക്ക് സാധനങ്ങൾ കയറ്റാനായിട്ട് നിരത്തി വെച്ചിരിക്കുന്നത് കാണാം. അതെടുത്ത് കയറ്റുന്ന ആളുകളെ കാണാം. ഇവരെല്ലാവരെയും കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ സൈഡിൽ കൂടെയാണ് മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. ഇതിൻ്റെ സൈഡിലും 3-4 വാതിലുകളുണ്ട്. അതേപോലെ ഫ്രണ്ടിൽ മെയിൻ എൻട്രൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതിൽ വേണമെങ്കിലും ഇതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് ഫ്രൂട്ട്സിൻ്റെ സ്റ്റോളുകളാണ്. ഒത്തിരി സ്റ്റാളുകൾ ഇവിടെ ഉണ്ട്. പലതരത്തിലുള്ള ഫ്രൂട്ട്സുകൾ, അതേപോലെ പലതരത്തിലുള്ള ചിപ്സുകൾ, ഇതെല്ലാമാണ് ആദ്യത്തെ ഒരു നിരയിൽ നമ്മൾ കണ്ടത്. അങ്ങനത്തെ ഒത്തിരി ഷോപ്പുകളാണ് ഇവിടെ ഉള്ളത്. ഫ്രൂട്ട്സിൻ്റെ പലതരത്തിലുള്ള ഫ്രൂട്ട്സുകൾ, റേറ്റ് ഏകദേശം നമ്മുടെ അവിടത്തേക്കാളും, അതായത് ഇന്ത്യയിലേക്കാളും കേരളത്തിലേക്കാളും ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഒത്തിരി വില കൂടുതലാണ്. പോരാത്തതിന് അത് MVRലാണ്, മാൽദീവിയൻ കറൻസിയിലാണ് അവിടുത്തെ റേറ്റ് പറയുക. അത് ഇന്ത്യൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 5 ഇരട്ടി കൂടിയാവും. അതായത് ഒരു മാൽദീവിയൻ കറൻസി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ 5 രൂപയ്ക്ക് തുല്യമാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ വില വളരെ കൂടുതലാണ്. കാരണം ഇവരെല്ലാം ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്ന സാധനങ്ങളാണ്. നമ്മൾ ഈ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഈ സെക്ഷൻ കഴിഞ്ഞ് അടുത്തതായിട്ട് ചെല്ലുന്നത് പച്ചക്കറിയുടെ സെക്ഷനുകളാണ്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വില കൂടുതലാണ്. കാരണം ഇതെല്ലാം ഇന്ത്യയിൽ നിന്നോ ശ്രീലങ്കയിൽ നിന്നോ ഒക്കെ ആയിട്ട് അവർ ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാത്തിനും വില കമ്പയർ ചെയ്യുമ്പോൾ വളരെ കൂടുതലാണ്. ഇവിടെ എല്ലാം നമുക്ക് കാണാൻ പറ്റും ഇതേപോലെയുള്ള കൈതച്ചക്കകൾ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. നമ്മൾ ഇവിടെയുള്ള ലോക്കൽ ഐലൻഡുകളിലൊക്കെ താമസിക്കാൻ ചെല്ലുമ്പോൾ അവിടെയും ഇതിൻ്റെ വേറെ പലതരത്തിലുള്ള വെറൈറ്റികൾ കാണാൻ പറ്റും. പിന്നെ ഈ പച്ചക്കറിയുടെ സ്റ്റോളുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെയുള്ളത് മുറുക്കാനുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളാണ്. വെറ്റില, പുകല, അടയ്ക്ക, അങ്ങനെയുള്ള സാധനങ്ങളാണ്. അത് ഇവിടെയുള്ള ഒരു ലോക്കൽസിൻ്റെ ഏറ്റവും വലിയൊരു ഹരമാണ് ഈ മുറുക്ക് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ 2ാമത്തെ എൻട്രൻസിൽ കൂടെ നടക്കുമ്പോഴാണ് പുറത്തൊരു ബോട്ട് വന്ന് അതിൽ നിന്ന് മീനുകളെ ഇറക്കുന്നത് കണ്ടത്. അപ്പോൾ പിടിച്ചുകൊണ്ട് വന്ന മീനുകളെയാണ് അവിടെ ഇറക്കുന്നത്. മെയിനായിട്ടും ട്യൂണയായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. ഇവിടെയുള്ള മീനുകളെയൊന്നും ഇവർ വല ഉപയോഗിച്ചല്ല പിടിക്കുന്നത്, എല്ലാത്തിനും ചൂണ്ടയിട്ട് തന്നെ പിടിക്കുന്നത്. മാൽദീവ്സിൻ്റെ തീരപ്രദേശങ്ങളിലൊക്കെ വല ഉപയോഗിച്ച് മീൻപിടുത്തം നിരോധിച്ചിട്ടുണ്ട്. ചൂണ്ടയിട്ടാണ് ഇവരെല്ലാം മീൻ പിടിക്കുന്നത്. അപ്പോൾ ഒരു ബോട്ടിൽ നിന്ന് ഇതേപോലെ മീനുകളെ ഇറക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അത് കുറച്ച് നേരം പോയി നിന്നിരുന്നു. പല സൈസിലുള്ള മീനുകളെ ഇങ്ങനെ ഇവർ ഇതിൽ നിന്ന് ഇറക്കുന്നത് കണ്ടു. ഇത്രയും വലിയ ട്യൂണ ഫിഷിനെയൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ നമ്മളത് കുറച്ച് നേരം നോക്കി നിന്നു. വീണ്ടും നമ്മൾ അടുത്ത വാതിലിൽ കൂടെ വീണ്ടും ഈ മാർക്കറ്റിൻ്റെ അകത്തേക്ക് തന്നെ കയറി. അവിടെ ഇപ്പോൾ ഉള്ളത് ഉണക്കമീനുകളുടെ സെക്ഷനായിരുന്നു. പലതരത്തിലുള്ള ഉണക്കമീനുകളാണ് കണ്ടത്. സ്മോക്ഡ് ഫിഷൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് നമ്മൾ ഈ തീരത്തിനോട് ചേർന്ന് ഇതിൻ്റെ പുറകിലായിട്ട്, ഈ മാർക്കറ്റിൻ്റെ പുറകിലായിട്ട് കുറച്ച് പേര് ചൂണ്ടയൊക്കെ ഇടുന്നത് കണ്ടത്. അപ്പോൾ അവർക്ക് മീനൊക്കെ കിട്ടുന്നുണ്ടോ, അവിടെ മീനുകളുണ്ടോ എന്നൊക്കെ അറിയാമെന്ന് കരുതി നമ്മൾ അവിടേക്ക് ചെന്ന് നോക്കിയതാണ്. അപ്പോൾ 1-2 പേർക്കൊക്കെ മീനുകൾ കിട്ടിയിട്ടുണ്ട് ഓൾറെഡി.
അപ്പോൾ നമ്മളും അവിടെ ചെന്നിട്ട് കുറേ പേര് അത് നോക്കി നിൽക്കുന്നൊക്കെ ഉണ്ട്, മീനുകൾ കിട്ടുന്നതും ഇവരും ചൂണ്ടയിടുന്നതൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാമെന്ന് കരുതി നമ്മളും പോയി നിന്നതാണ്. അങ്ങനെ പോയി നിന്നപ്പോഴാണ് വെള്ളത്തിലെന്തോ വലുതായിട്ട് കിടന്ന് അനങ്ങുന്നതായിട്ട് കണ്ടത്. അത് നോക്കിയപ്പോഴാണ് നമ്മളെ കണ്ണ് തള്ളിപ്പോയി. ഭയങ്കര വലിയ ജയൻറ്റ് ആയിട്ടുള്ള സ്റ്റിംഗ്രൈകൾ, അതായത് നമ്മുടെ തെരണ്ടികളെയാണ് കണ്ടത്. ഭയങ്കര വലുതാണ്, അതേപോലെ ഒത്തിരി എണ്ണമുണ്ട്. ഇവിടെ ഈ മീൻകാർ ഇടുന്നതിൻ്റെ ചൂണ്ടയിട്ടതിന് ശേഷം മീൻ പിടിക്കാതെയൊക്കെ ആകുമ്പോൾ ഈ വേസ്റ്റ് വരുന്ന തീറ്റ അവരിവിടെ ഇട്ട് കൊടുക്കും. അപ്പോൾ അതൊക്കെ തിന്നാനായിട്ട് വന്നിരിക്കുന്ന ഒരു വലിയ കൂട്ടം തന്നെയാണിത്. കുറേ എണ്ണമുണ്ട്, അതും ഭയങ്കര വലിയ സൈസാണ്. നമ്മളൊന്നും ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ വലിയ സൈസാണ്. ഇപ്പോൾ തെരണ്ടീനൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ മാർക്കറ്റ് ഒന്നും കൂടി കയറിയൊക്കെ കറങ്ങി. ഇപ്പോൾ നമ്മൾ മുൻപ് കണ്ട പോലത്തെ കാഴ്ചകളൊക്കെ തന്നെയായിരുന്നു മൊത്തം. അതിനുശേഷം നമ്മൾ ഈ മാർക്കറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഫിഷ് മാർക്കറ്റിലേക്കാണ് പോയത്. റോഡിൻ്റെ എതിർവശത്തായിട്ടാണ് ഫിഷ് മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. നേരത്തെ നമ്മൾ കണ്ട ബോട്ടിൽ നിന്നൊക്കെ പിടിച്ച് കൊണ്ടുവന്ന മീനൊക്കെ ഇവിടെ നേരെ കൊണ്ടുവന്ന് വയ്ക്കുകയാണ്. ഇവർ ഐസൊന്നും ഇടാതെ നേരെ ഡയറക്റ്റായിട്ട് ഇവിടെ ഇങ്ങനെ നിരത്തി വെക്കും. അപ്പോൾ നമുക്ക് ആവശ്യക്കാർക്ക് വന്നിട്ട് ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട വലിപ്പത്തിലുള്ള മീൻ എടുക്കാം. തൊട്ടടുത്ത് തന്നെ ഇത് തൂക്കിയൊക്കെ നോക്കും. നമുക്ക് നോക്കി അവരെ ഓരോ സ്റ്റോളിനും ആ സ്റ്റോൾ കീപ്പ് ചെയ്യുന്ന ആൾ വന്നിട്ട് അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള മീൻ നോക്കി ഇവിടെ നിന്നൊക്കെ സെലക്ട് ചെയ്യാം. ഇവിടെ കൂടുതലായിട്ടും കണ്ടുവരുന്ന ട്യൂണയാണ്. ഇവിടെയുള്ള മാൽദീവിയൻസ് കൂടുതലും കഴിക്കുന്നത് ട്യൂണ ഫിഷിനെ തന്നെയാണ്. അത് പല സൈസിലും പല വലിപ്പത്തിൽ അങ്ങനെ പല വെറൈറ്റിയുള്ള മീനുകളും ഇവിടെയുണ്ട്. അപ്പോൾ ഈ സൈഡിൽ മൊത്തം വരുന്ന ട്യൂണ ഫിഷുകളുടെ ഒരു സ്റ്റോളുകളായിരുന്നു. നമുക്ക് ഇവിടെ നിന്ന് പൈസ കൊടുത്ത് മീനുകളെ വാങ്ങിക്കാം. മീനുകളെ വാങ്ങിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ ഇത് നന്നാക്കി കിട്ടുന്ന സ്ഥലമൊക്കെ ഉണ്ട്. അവർ ക്ലീൻ ചെയ്ത് വെട്ടി നുറുക്കി നമുക്ക് കറക്റ്റ് എത്ര സൈസ് ഒക്കെ വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചൊക്കെ അവർ നുറുക്കിയൊക്കെ തരും. അതിനുള്ള സ്ഥലങ്ങളും അപ്പുറത്തുണ്ട്. നമ്മൾ കുറേ നേരം നമ്മൾ നടന്ന് ട്യൂണ ഫിഷുകളുടെ സ്റ്റാളിൽ കൂടെയായിരുന്നു. അത് കഴിഞ്ഞാണ് നമ്മൾ തൊട്ടപ്പുറത്ത് നോക്കിയപ്പോഴാണ് അവിടെ വെറൈറ്റീസ് ആയിട്ടുള്ള മീനുകളെ കണ്ടു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി നോക്കിയതാണ്. ട്യൂണ ഫിഷുകളല്ലാതെ വേറെ എന്തൊക്കെ മീനുകൾ ഉണ്ടെന്ന് അറിയാനായിട്ട് നമ്മൾ ഇപ്പുറത്തേക്ക് വന്നതാണ്. ഇപ്പുറത്ത് വന്നപ്പോഴാണ് പല തരത്തിലുള്ള മീനുകൾ, നമ്മൾ ഇതുവരെ കാണാത്ത മീനുകൾ പോലും അവിടെ ഉണ്ട്. അതായത് നമ്മുടെ ഈ പവിഴപ്പുറ്റുകളുടെ ഇടയിൽ, റീഫിൻ്റെ ഇടയിലൊക്കെ ജീവിക്കുന്ന ഒത്തിരി മീനുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ വില കൂടുതലാണ്. ട്യൂണ ഫിഷിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒക്കേതിനും വില കൂടുതലാണ്. നമ്മുടെ നാട്ടിലെ നെയ്മീൻ, ഹമൂർ, അങ്ങനെ ഒത്തിരി ചെമ്പല്ലിയുടെയൊക്കെ പല ടൈപ്പ് വെറൈറ്റീസ് ഓഫ് മീനുകൾ കിടക്കുന്നുണ്ട്. മറ്റേ റെഡ് സ്നാപ്പർ, കോലാൻ, നെയ്മീൻ, അങ്ങനെ ഒത്തിരി മീനുകൾ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് പേരറിയാത്ത ഒത്തിരി മീനുകൾ ഇതിനകത്തുണ്ട്. കാരണം ഈ റീഫിൻ്റെ ഇടയിലൊക്കെ പല വെറൈറ്റി മീനുകളാണ് ഇതിൻ്റെ ഈ പവിഴപ്പുറ്റുകളുടെ ഇടയിലൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതിൽ നിന്നൊക്കെ കിട്ടുന്ന ഒത്തിരി വെറൈറ്റി ഓഫ് ഫിഷുകൾ ഇതിനകത്തുണ്ട്. അപ്പോൾ പലതിനും പല വിലയാണ്. സൈസും ഷേപ്പൊക്കെ അനുസരിച്ച് വില മാറും. അതേപോലെ നമ്മളവിടെ ബാർഗെയിൻ ചെയ്യുന്നതനുസരിച്ച് വില കുറയുന്നുമുണ്ട്. അപ്പോൾ ആരെങ്കിലും ഫിഷൊക്കെ വാങ്ങിച്ച് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഇവിടെ വന്നിട്ട് ഫിഷൊക്കെ വാങ്ങിച്ച് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് ബാർഗെയിൻ ചെയ്ത് തന്നെ വാങ്ങിക്കാം. അതേപോലെ തന്നെ ഇവിടെ നിന്ന് നമ്മളിപ്പോൾ ഒരു ഫിഷിനെ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ പൈസയൊക്കെ കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ ഇതിൻ്റെ നേരെ അടുത്ത വശത്ത് ഈ 2 സെക്ഷൻ കഴിഞ്ഞാൽ പിന്നെയുള്ള 3ാമത്തെ വശത്ത് മീനുകൾ നമുക്ക് ക്ലീൻ ചെയ്ത് നന്നാക്കി നമ്മൾ പറയുന്ന സൈസിലൊക്കെ മുറിച്ച് തരുന്ന ആളുകളും അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്തേക്ക് ഈ ഫിഷ് കൊണ്ട് കൊടുത്താൽ മതി. അവർ പറഞ്ഞ സമയം കൊണ്ട് വിത്തിൻ 1 or 2 minutes അവരതിനെ കട്ട് ചെയ്ത് ക്ലീൻ ആക്കി നമുക്ക് ഏത് സൈസിലുള്ള കഷ്ണങ്ങളായിട്ടാണോ വേണ്ടത് ആ രൂപത്തിലാക്കി കറക്റ്റായിട്ട് അവർ നമുക്ക് തരും. നല്ല ക്ലീൻ ആക്കി അവർ തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ദൃശ്യങ്ങൾ നമ്മൾ പകർത്തിയിട്ടുണ്ട്. അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ്.
ഇവരിങ്ങനെ ഫിഷ് ക്ലീൻ ചെയ്യുമ്പോൾ അതിൽ നിന്ന് വേസ്റ്റ് എന്ന് പറഞ്ഞ് കളയുന്ന കഷ്ണങ്ങൾ കണ്ടിട്ട് തന്നെ നമുക്ക് ഭയങ്കര സങ്കടം തോന്നി. കാരണം അതുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ദിവസം വീട്ടിൽ കറി വയ്ക്കാനുള്ള മീറ്റ് അതുമേ ഉണ്ട്. പക്ഷേ ഇവർ അതിൻ്റെ കഴിക്കാൻ പറ്റുന്ന നല്ല സ്വാദുള്ള ഭാഗങ്ങൾ മാത്രമേ എടുക്കുകയുള്ളൂ. അതുകൊണ്ടാണ് കുറേ ഭാഗങ്ങൾ ഇവർ വേസ്റ്റായിട്ട് കളയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മളങ്ങനെ ഇന്ന് ഇവിടെയുള്ള മാൽദീവ്സിലുള്ള ലോക്കൽ മാർക്കറ്റിലും അതേപോലെ ഫിഷ് മാർക്കറ്റിലുമാണ് കയറിയത്. അങ്ങനെ കയറിയ കൂട്ടത്തിലാണ് നമുക്ക് ഈ തിരണ്ടി കൂട്ടങ്ങളെ കാണാൻ പറ്റിയത്. ഇത് ഭയങ്കര നല്ലൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാഴ്ച തന്നെയായിരുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത ദിവസങ്ങളിൽ മറ്റ് പല കാര്യങ്ങളും നമ്മൾ കണ്ട മറ്റ് ഓരോരോ കാര്യങ്ങളും ഇതേപോലെ ഇടുന്നതായിരിക്കും ഓരോ എപ്പിസോഡുകളായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കയറി കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പുതിയ എപ്പിസോഡുകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വയ്ക്കുക. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒത്തിരി നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ടൈം.